ഹലോ ഗൈസ്, അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദീന ദീനൂസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഞങ്ങൾ രണ്ടുപേരും ഒരു ദിവസം പാർക്കിലേക്ക് ഇറങ്ങിയതാണ്. മൈൻഡ് റിലാക്സിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ അവസാനം എന്തായി എന്നുള്ളത് ഈ വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തന്നെ ഇപ്പോൾ പോയി സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കിലേക്കാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നത്. ഞങ്ങൾ രണ്ടുപേരും റിലാക്സിങ് മൂമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ രണ്ടുപേർക്കും മറ്റേ ടൈം കോൾ വന്നുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും എൻഗേജ്ഡായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആയപ്പോൾ കുറച്ച് റീലൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ കുറച്ച് കാലം അങ്ങോട്ട് പോയപ്പോൾ ആ സത്യം ഞാൻ അറിഞ്ഞത് ഗൈസ്. എൻ്റെ അടുത്ത് പാർക്കിൽ വന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ഒരാൾ പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറേ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ വന്നവളെ നോക്കിയപ്പോൾ കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. പാട്ടും പാടി കിടന്നുറങ്ങുക ഗൈസ്. ശല്യപ്പെടുത്തണ്ട. ഞാൻ എൻ്റെ വഴിക്ക് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അവൾ അവളുടെ വഴിക്ക് എക്സ്പ്ലോർ ചെയ്യുക. ഇതാണ് എന്ത് പറയാമെന്ന് എനിക്കറിയില്ല. ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല. ഞാൻ പോയി കളിക്കാൻ പോവാണ്. ഇവിടെ കുറേ പാർക്കിൽ മറ്റേ സീസൊക്കെ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അതിലൊക്കെ ചാടി ഇറങ്ങി കളിക്കാൻ പോവാണ് ഗൈസ്. ഞാൻ പ്രായം കൂടുന്തോറും എൻ്റെ മനസ്സിൽ കുട്ടിത്തം ഉണരുന്നു. അപ്പോൾ ഉണർത്താൻ വേണ്ടി ഞാൻ പാർക്കിലേക്ക് പോവാണ്. കയറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കയറിയിരിക്കും. പിന്നെ തൊട്ടടുത്തുള്ള എല്ലാ റൈഡ്സിലും ഞാൻ കയറാനായിട്ട് നോക്കിയിട്ട് അപ്പോൾ ആദ്യം തന്നെ എൻ്റെ കണ്ണിലുടക്കിയത് ഈ വലിയൊരു സംഭവമാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ചൂടായിട്ടാവും കിടക്കുന്നുണ്ടാവുക. നമ്മളെങ്ങാനും അറിയാതെ ഇങ്ങനെ ഉരുസി വരുമ്പോൾ മൂടൊക്കെ പൊള്ളിപ്പോകും ഗൈസ്. പക്ഷേ എന്നാലും ഞാൻ ചെയ്യാൻ പോവാം. അങ്ങനെ ആദ്യം തന്നെ ഞാൻ കയറി. ഞാൻ തൊട്ടടുത്തുള്ള ആദ്യം കുഞ്ഞിതിലൊക്കെ കയറി നോക്കി എങ്ങനെയായിരിക്കും അവസ്ഥ എന്നുള്ളത്. അങ്ങനെ ഓരോന്നിലും കയറിയിട്ടാണ് ഞാൻ വലിയ ഒരു ഇതിൽ കയറിയത്. കുറേ നാൾക്ക് ശേഷം കയറണോണ്ടാണോ എന്നറിയില്ല, ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ചെറിയ സാധനത്തിൽ ഞാൻ അത്രയും പേടിച്ചെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം എൻ്റെ പേടി. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഊഞ്ഞാലൊക്കെ ആടി. ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. നമ്മുടെ സന്തോഷം നമ്മളായിട്ട് കണ്ടുപിടിക്കണം എന്നാണല്ലോ. അങ്ങനെ സ്വന്തമായിട്ട് കുറേ ഞാൻ അങ്ങനെയൊക്കെ ഓരോരോ എൻ്റർടൈൻമെൻറ്റ്സ് ചെയ്തു. പിന്നെ ആന, കുതിര, എൻ്റെ പൊന്നു വേണ്ട എല്ലാത്തിനും. ഇത്ര നേരം ഞാൻ ഇവിടെ ആയിരുന്നു. ഇനി കുറച്ച് മാറി ചിന്തിക്കാം. അതായത് നമുക്ക് കുറച്ച് വ്യായാമമൊക്കെ ചെയ്യാം. കാരണം ഇറ്റ്സ് ഗുഡ് ഫോർ ഹെൽത്ത് എന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. സോ വി ക്യാൻ ഗോ ഫോർ എ ഹെൽത്തി അല്ലെങ്കിൽ ജിം. എന്തിനാ പിന്നെ ഈ പണിക്കൊക്കെ പോണേന്ന് എൻ്റെ മൈൻഡിനോട് ഞാൻ തന്നെ ചോദിച്ചു. പക്ഷേ പിന്നെ എനിക്ക് പറ്റാതെ പിന്നെ ഞാൻ വെറുതെ ഇരുന്നു. പിന്നെ എനിക്ക് സിമ്പിളായിട്ട് തോന്നുന്ന കുറേ റൈഡ്സിലൊക്കെ ഞാൻ കയറി. റൈഡ്സ് അല്ല കേട്ടോ, ഇത് മറ്റേ എക്സസൈസിങ് മെഷീൻസ് ആണ്. അപ്പോൾ അതിലൊക്കെ കയറി. പിന്നെ അവസാനം അറിയാവുന്നൊരു പണി സൈക്ലിങ്ങാണ്. അപ്പോൾ പിന്നെ സൈക്കിൾ ഓടിച്ചാണ്. കുറേ നാളായി സൈക്കിൾ ചവിട്ടി. അപ്പോൾ സൈക്കിൾ ചവിട്ടിയപ്പോൾ സന്തോഷം തോന്നി. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ആ വോയിസ് ഒന്നും ശരിയാവില്ല നിങ്ങൾ കേൾക്കണോണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ സൈക്കിളൊക്കെ ചവിട്ടി ഞാൻ കുറേ കേട്ടിട്ടുണ്ട് ഗൈസ്. ഈ സൈക്ലിങ്ങും നീന്തലും പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല എന്ന്, ജീവിതകാലം മുഴുവൻ അതുണ്ടാവും. അതെനിക്കറിയില്ല. അങ്ങനെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.